ബിഗ് ബോസ് താരം അഖിൽ മാരാർ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരിക്കും. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഏത് മണ്ഡലം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. തന്നെ പോലെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ 2020 മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നുവെന്ന് അഖിൽ മാരാർ പ്രതികരിച്ചു. ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ 2020യിലേക്ക് ലയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ചർച്ചയിലാണത്. ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഖിലിനെ ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഈ പാർട്ടിയിലേക്ക് ഇന്ന് ചേരുകയാണ്. അതുമാത്രവുമല്ല, ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ 2020യുടെ സ്ഥാനാർത്ഥിയായിരിക്കും. അത് എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് എന്നുള്ള കാര്യം NDAയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് മാത്രമേ അനൗൺസ് ചെയ്യുകയുള്ളൂ. 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് നിയമസഭയിൽ മറ്റാരേക്കാളും ഉച്ചത്തിൽ എൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്നതിനപ്പുറത്തേക്ക് തൽക്കാലം വലിയ വാഗ്ദാനങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. അഖിൽ മാരാർ, ശ്രീജിത്ത് പണിക്കർ എന്നിവരുമായി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട BJP നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. A ക്ലാസ് സീറ്റുകൾ ഓഫർ ചെയ്തെങ്കിലും മത്സരിക്കാനില്ല എന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ നിലപാട്. വിപിൻ C വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിപിൻ, ഈ അഖിൽ മാരാറുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ UDF-നോട് കൂടുതൽ ചായ്വുള്ള തരത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടായിരിക്കും ഒരു പോക്ക് എന്നൊക്കെയാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ 2020യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാമെന്ന് പറയുന്നു. NDA സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തെ മുന്നിൽ നിർത്താൻ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ? എന്താണ് അഖിലിന്റെ പ്രതികരണം? അമൃത, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും സംവിധായകനുമായ അഖിൽ മാരാർ അങ്ങനെ 2020യുടെ ഭാഗമായിരിക്കുന്നു. ഇന്ന് കിഴക്കമ്പലത്തെ കിറ്റെക്സിന്റെ ആസ്ഥാനത്ത് സാബു എം ജേക്കബുമായി ചേർന്നാണ് അവർ വാർത്താ സമ്മേളനം വിളിച്ചത്. ഇതിലാണ് ഈ 2020യിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ മത്സര രംഗത്തുണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഏത് മണ്ഡലം എന്നതിനെ സംബന്ധിച്ച് NDAയിൽ ചർച്ച ചെയ്ത് ശേഷം തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ സാബു എം ജേക്കബ് വ്യക്തമാക്കുന്നത്. അത് ഏറെക്കുറെ ഒരു 90% അത് കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്നുള്ളതിലേക്കാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. കൊട്ടാരക്കരയിൽ അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമൃത ചോദിച്ചതിന് ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു താൻ ഇതുവരെ. താൻ എപ്പോഴും സംസാരിക്കുന്നത് അതൊരു UDF-നോട് അനുഭാവമായിട്ടായിരുന്നു, അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായി നിന്നുകൊണ്ടായിരുന്നു താൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് അതായത് ഈ ഭരണം മാറണം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയ്ക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സംസാരമായിരുന്നു താൻ നടത്തിയത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ മാരാറിന്റെ ഒരു പ്രതികരണമുള്ളത്. ആ ഒരു വസ്തുതാപരമായി അപ്പോഴത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികരണം എന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായിട്ട് ഒരു ചായ്വ് താൻ കാണിക്കാതെ സ്വതന്ത്രമായിട്ടാണ് ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതുകൊണ്ട്, ഒപ്പം തന്നെ ഇനി അങ്ങോട്ടേക്ക് കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വ ചർച്ചയും ഉണ്ടായില്ല. താൻ കോൺഗ്രസിനകത്തു വേണമോ പുറത്തു വേണമോ എന്നുള്ള കാര്യം അവരായിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത്. അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും അഖിൽ മാരാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 2020യിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്ന കാരണം. എന്തുകൊണ്ട് BJP സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ BJP-യുമായി അത്തരമൊരു ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് 2020 കുറച്ചുകൂടി വികസന കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2020യുടെ ഭാഗമായി നിൽക്കാം എന്നുള്ളതിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതുമാണ് അഖിൽ മാരാറിന്റെ പ്രതികരണം. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിൽ 2020യോടൊപ്പം മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് സംവിധായകൻ അഖിൽ മാരാർ എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് വിപിൻ C വിജയൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.